ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിലേക്കുള്ളതായിരിക്കുന്ന യാത്ര, അതാണല്ലോ നമ്മുടെ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത്. ഇന്ന് നൊയമ്പ് എന്ന് പറയുമ്പോൾ ഒരാചാരമായി അനുഷ്ഠാനമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും എത്തിയിരിക്കുകയാണ്. നോവിനോടുള്ള അൻപ് എന്നാണ് ആ വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഞാനത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള 3 കാര്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1, ക്രിസ്തുവില്ലാത്തവൻ്റെ ക്രിസ്മസ്. 2, ആത്മനിറവില്ലാത്തവൻ്റെ ആത്മീയത. 3, നൊയമ്പില്ലാത്തവൻ്റെ നൊയമ്പ് വിടൽ. ഈ 3 പ്രത്യേക അനുഭവങ്ങൾ ഇന്ന് അനേകരെ ക്രിസ്തീയ സമൂഹത്തിന് അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കുന്ന ഈ ചിന്തയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിനാധാരമായി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാവം ജീവിതത്തിൻ്റെ അനുഭവമാകുമ്പോൾ ഈ ചിന്തയുടെ അർത്ഥപൂർണ്ണതയിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. എന്താണ് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ഭാവം? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നാം ചിന്തിക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 1, യേശു ക്രിസ്തുവിൻ്റെ താഴ്മ. ഈ വിനയമുള്ളവരായി താഴ്മയുള്ളവരായി ജീവിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിലെ ചിന്ത ധ്യാനം നമുക്കിടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനെന്നുള്ളതായിരിക്കുന്ന ഭാവം എല്ലാ മേഖലകളിലും അപകടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭവനത്തിലും സമൂഹത്തിലും സഭയിലും ഇടവകളിലും ഞാനെന്നുള്ളതായിരിക്കുന്ന ഭാവം വലിയ അപകടകരമായ അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്തകനായ മനുഷ്യൻ ഞാനെന്നുള്ള ഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഒരു ചിന്ത ഇപ്രകാരം പറഞ്ഞു. ഈ ഞാനെന്നുള്ളതായിരിക്കുന്ന ഭാവം ഇല്ലാതാകുന്ന എപ്പോഴാണ്? ക്രോസ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ചിന്ത പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒന്നിനോടും ചേരാതെ നേരെ നിൽക്കുന്ന ഒരു വളവുമില്ലാതെ നിൽക്കുന്ന ഒരു അക്ഷരമാണ് ഐ. ആ ഐ എന്ന് പറയുന്ന അക്ഷരം കട്ട് ചെയ്യുമ്പോൾ ക്രോസായി മാറുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്തിൽ അത്ര ജീവിക്കുന്നത് എന്ന് രേഖപ്പെടുത്തുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം രേഖപ്പെടുത്തുമ്പോൾ 7-ാം അധ്യായത്തിൽ ഞാൻ, എന്നെ, എനിക്ക്, എൻ്റെ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗം 38 പ്രാവശ്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ഫലം എന്ത് എന്ന് 7-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് രേഖപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവുള്ളതായിരിക്കുന്ന വിശ്വാസത്തിലൂടെ ആ വലിയ വിടുതൽ അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവുള്ളതായിരിക്കുന്ന ഭാവം താഴ്മയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഈ നൊയമ്പിൻ്റെ ധ്യാനത്തിലൂടെ ആചരണത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ താഴ്മയുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാവായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനുസരണമുള്ളതായി തീരുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും പരാജയത്തിൻ്റെ കാരണമായി മാറിയിരിക്കുന്ന അനുസരണമില്ലായ്മ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ഭാഗം ഗത്സമന തോട്ടത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തെ എൻ്റെ ശരീരത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിനെ അനുസരിച്ച് വിനയപ്പെടുന്നതായിട്ടുള്ള ഒരു അനുസരണമൊപ്പം അങ്ങനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഈ ജീവിതയാത്രയിൽ ദൈവവചനത്തെയും ദൈവത്തെ അനുസരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ നൊയമ്പ് ധ്യാനത്തിൽ, ഈ നൊയമ്പ് കാലഘട്ടത്തിലെ ധ്യാനത്തിൽ നമ്മുടെ താഴ്മയുള്ളവരായി തീരുവാൻ, വിനയമുള്ളവരായി തീരുവാൻ, അനുസരണമുള്ളവരായി തീരുവാൻ, അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അർത്ഥപൂർണ്ണമായിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം യേശു ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്ത് പൂർത്തീകരിക്കപ്പെടുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.